ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളെല്ലാവർക്കും അറിയുണ്ടാവും. യെസ്, ദിസ് ഈസ് ദ ദുബായ് ഫ്രെയിം. അതന്നെ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ദുബായ് ഫ്രെയിമാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാം, ദ ഫാമിലി ഉണ്ട്. അപ്പോൾ ഈ ദുബായ് ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവും. ഞാനും അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, ഇത് ഈ ഒരു ഫ്രെയിം പോലെ തന്നെ ഏറ്റവും മേലെ ചെന്നിട്ട് നമുക്ക് ഓവറോൾ ഒരു ദുബായ് വ്യൂ അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എറൗണ്ട് ബുർജ് ഖലീഫയും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൻ്റെ വൺ ഓഫ് ദ സൈഡ് ഓൾഡ് ദുബായും ഇപ്പുറത്തെ സൈഡ് ന്യൂ ദുബായും ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ അവിടെ എൻട്രി ടിക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് എല്ലാ നേഷൻസും ആൾക്കാരുണ്ട്. ഈവൺ ഏഷ്യൻ, യൂറോപ്യൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ദുബായ്ക്കാർ അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഇത് കാണാനുള്ള ഒരു ത്വര, ലൈക്ക് എല്ലാവരും വരുന്നുണ്ട്. ഇത് നമ്മൾ ലിഫ്റ്റിൽ കയറണതാണ് കേട്ടോ. അവിടെ ശരിക്കും നമ്മളിങ്ങനെ ഓരോ വ്യൂ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ആദ്യം ഇവിടെ ഭയങ്കര പേടിച്ചിട നടന്നത്, കാരണം നമുക്ക് മേലെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും ഫുള്ള് ഗ്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ താഴത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആദ്യം ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ നീങ്ങിയിട്ടാണ് നടന്നത് ഈ ഗ്ലാസ്സിൻ്റെ അടുത്തുനിന്ന്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അവരൊക്കെ എന്തായാലും അതിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കില്ലേ പണിതുണ്ടാവുക. അങ്ങനെ എല്ലാ പേടിയും മാറ്റി വെച്ച് ഞാൻ പതുക്കെ പതുക്കെ അവിടെ നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടോ. ആക്ച്വലി ഇറ്റ് വാസ് എ ഗുഡ്, അടിപൊളി അമ്പോ. പിന്നെ സൈഡിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡ് ഓൾഡും ഒരു സൈഡ് ന്യൂ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി സത്യം പറഞ്ഞാൽ അങ്ങനെ കാണാനൊന്നുമില്ല. നമുക്ക് മേലെ നിന്ന് കാണുന്ന ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന ഒരു ഭംഗി എന്നൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. അല്ലാണ്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ ഫ്രെയിമിങ്, ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എടുത്തതാണ് കേട്ടോ. ലൈക്ക് ഒരു എഡിറ്റഡ് വേർഷനാണ്. അതിൻ്റേതായിട്ടുള്ള ഈ ഫ്രെയിമിൻ്റെ പ്രത്യേകതകൾ എത്ര ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതാണ് ഓവറോൾ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഫ്രെയിമിൻ്റെ. നല്ല അടിപൊളിയാണ്. സൈഡിലൊക്കെ ഗോൾഡൻ വർക്കാണ് കേട്ടോ വരുന്നത്. ഇതിനെ യാത്ര പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ചതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യാത്ര പോവാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ലൈക്ക് ഒരു ഫ്രെയിമും കിട്ടി. അത് അടിപൊളിയായിരുന്നു കാണാൻ, ലൈക്ക് ഒരു മഞ്ഞൊക്കെ പോലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്.